and it's Sandra Lavin. Sandra, welcome to the show. പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ് എന്ത് സർജറി ആണ്? I had too many surgeries on my body. I just don't want to disclose with the public. ഇന്നത് ചെയ്തു പ്രൈവറ്റ് പാർട്ട് ഇതാണ്. എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ബിക്കോസ് ജാസി ഒരു പെണ്ണല്ല. പക്ഷെ ജാസി എല്ലായിടത്തും പറയുന്നുണ്ട് ഞാൻ അമ്മയ്ക്ക് നല്ലൊരു മരുമകളായിരിക്കും, അല്ലെങ്കിൽ ഇന്റർനാഷണൽ ID കാർഡ് ഉണ്ട് നമുക്ക്. ജാസി ഓൾറെഡി ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ട്, ഒരു ഓൺലൈൻ ചാനലിൽ പറയുന്നുണ്ട് ID കാർഡ് ഉണ്ടെന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോ അത് എടുത്തത് പബ്ലിക്ലി ഡിക്ലെയർ ചെയ്തിട്ട് ഉണ്ടെങ്കിൽ സാൻഡ്ര തന്നെ ഇപ്പം ഹീന്ന് മെൻഷൻ ചെയ്തു ജാസിനെ. അപ്പം ഫോർ യു, ഞാൻ ആദ്യം ജാസിനെ കാണുന്ന സമയത്ത് ജാസി വേറൊരാളുടെ ഒരു എന്താ പറയുന്ന ഒരു റിലേഷൻഷിപ്പ് അങ്ങനെ ഒരു ഇതിലായിരുന്നു ഞാൻ കാണുന്നത്. ആ ആളുടെ പേര് ഞാൻ പറയുന്നില്ല. അപ്പൊ എന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞാണ് എന്റെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കൂടെ ഉണ്ടായിരുന്ന അന്ന് എന്നെ പരിചയപ്പെടുത്തി ആ വ്യക്തി പുരുഷനായിരുന്ന വ്യക്തി ട്രാൻസ് വുമണായി മാറി സർജറി ഒക്കെ ചെയ്ത് ജാസി താടിയൊക്കെ വെച്ച് ഫിറ്റായിട്ട് ഗൾഫിലൊക്കെ പോയി. അപ്പൊ ഇത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് ഈ സംഭവം. അങ്ങനെ പിന്നെ ഞാൻ അറിഞ്ഞത് ജാസി ആണായി ഗൾഫിലാണ്, പിന്നെ തിരിച്ചു വന്ന ഒരു മുസ്ലിം കുട്ടീനെ കല്യാണം കഴിച്ചു. അതിപ്പോ അവര് എന്ത് സെക്സ് ആണ് ചെയ്യണത് അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യണത് എന്നൊക്കെ എല്ലാവരുടെയും ബെഡ്റൂമിൽ നമുക്ക് ഒളിഞ്ഞു നോക്കാൻ പറ്റത്തില്ല. അറേഞ്ച് മാരേജ് ആയിരുന്നോ അതോ? നോ ഇറ്റ് വാസ് നോട്ട്. അത് ഭയങ്കര ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ആഷിനെ ഇങ്ങനെ പാസ്പോർട്ട് പിടിച്ചു വെക്കുന്നു അല്ലെങ്കിൽ ടോർച്ചർ ചെയ്യുന്നു. അപ്പൊ അയാൾ എന്തോരം വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. അതിലും കൂടുതലാണ് എൻ്റെ ഹസ്ബൻഡിന് കിട്ടിയത്. 3 ദിവസം മുറിയിൽ പൂട്ടിയിട്ടു. പിന്നെ മെന്റലാണെന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടാണ് എൻ്റെ അടുത്തോട്ട് വന്നത്. ആ 8 ഡ്രസ്സിലാണ് വരുന്നത്. 3 ദിവസം മിസ്സിങ് ആയിരുന്നു. ഇങ്ങനെ ഓൾറെഡി എന്നോട് പറഞ്ഞു, സാൻഡ്ര ഞാൻ പെട്ടെന്ന് മിസ്സിങ് ആയാൽ എന്നെ ഏതെങ്കിലും മെന്റൽ ഹോസ്പിറ്റലിൽ വന്ന് കണ്ടുപിടിക്കാൻ പറ്റും. This video is powered by Youth Face. ഹായ് എവ്രി വൺ, ഇന്ന് നമ്മുടെ കൂടെയുള്ള ഗസ്റ്റ് ഒരു ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്. ഞാൻ പ്രത്യേക ഒരു ഇൻട്രൊഡക്ഷൻ ഒന്നും കൊടുക്കുന്നില്ല, നമുക്ക് കൂടുതൽ സംസാരിക്കുമ്പോൾ സാൻഡ്രനെ മനസ്സിലാവും. ആൻഡ് ഇറ്റ്സ് സാൻഡ്ര ലാവിൻ. സാൻഡ്ര, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. എന്താണ് വിശേഷങ്ങളൊക്കെ പുതിയത്? നല്ല വിശേഷങ്ങൾ. ഞാൻ ഒരു വെബ് സീരീസ് ഹിന്ദിയിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഇൻ ബിറ്റ്വീൻ എനിക്ക് സർജറിക്ക് വേണ്ടിയിട്ട് വരേണ്ടി വന്നു. സോ ഐ വാസ് റിക്കവറിങ് സ്റ്റേജിലാണ്. സോ വെബ് സീരീസ് എവിടെ വെച്ചിട്ടായിരുന്നു അത്? ഡൽഹിയിലും അങ്ങനെ 2-3 സ്ഥലത്ത്, പിന്നെ മുംബൈയില് ഒക്കെയാണ് ലൊക്കേഷൻ വരുന്നത്. അപ്പൊ ഇത് വേറൊരു ലാംഗ്വേജ് അല്ലേ. പിന്നെ ഇതിന്റെ ഇടയിൽ എനിക്കത് ചെയ്യേണ്ടി വന്നു. ഒരു 3 months ഗ്യാപ്പ് എന്തായാലും വേണം. ഞാൻ വിചാരിച്ചത് ഒരു 20 daysനുള്ളിലൊക്കെ എനിക്ക് റിട്ടേൺ പോവാൻ പറ്റും എന്നാ ഞാൻ വിചാരിച്ചത്. ഇത് പക്ഷെ ഞാൻ വിചാരിച്ച പോലെയല്ല. സോ ഡിഫിക്കൽട്ട് ഫോർ മീ. എന്ത് സർജറി എന്ന് പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്, എന്ത് സർജറി ആണ്? I had too many surgeries on my body. I just don't want to disclose with the public. ഇന്നത് ചെയ്തു അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്ട് ഇതാണ് അങ്ങനെയാണ്. It's too personal അല്ലേ. അതെ. Let's skip that. അല്ല, ഇപ്പൊ റീസെന്റ് സാൻഡ്രയ്ക്ക് ഒരു അവാർഡ് ഒക്കെ കിട്ടി. അപ്പൊ അതിനെ പറ്റി നമുക്കൊന്ന് സംസാരിക്കാം. ഗവൺമെന്റ് കൊടുക്കുന്ന അവാർഡാണ് അത്. 8 ആക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ അതിലൊരാളായിരുന്നു. ഡോക്ടർ ബിന്ദു മിനിസ്റ്ററാണ് അവാർഡ് ഞങ്ങൾക്ക് തന്നത്. സോ ഐ എം സോ ഹാപ്പി ദാറ്റ് ഐ റിസീവ്ഡ് ദാറ്റ് അവാർഡ് ഫ്രം ദി സ്റ്റേറ്റ് ഗവൺമെന്റ്. ഒരു സാൻഡ്രയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു 2018 ആ ഒരു ടൈമിലൊക്കെ ഇവൻ ആ ഒരു ട്രാൻസ് വിമനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയ ആ ഒരു ടൈമിലെ നല്ലൊരു ഹൈപ്പ് കിട്ടിയ ഒരു മോഡലാണ്. ഒരു ഇന്റർനാഷണൽ ബ്രാൻഡിന്റെ ഒക്കെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്.
പക്ഷെ മുന്നോട്ട് ഈവൻ കോവിഡിനൊക്കെ ശേഷമാണ് കുറേ സോഷ്യൽ മീഡിയ ഒരു അക്സെപ്റ്റൻസ്, പിന്നെ സോഷ്യൽ മീഡിയയിൽ കൂടെ ഉള്ള ആ ഒരു റീച്ചും ആൾക്കാരിലേക്ക് കൂടുതൽ എത്തിയത്. പക്ഷെ സാൻഡ്ര ആ ഒരു സോഷ്യൽ മീഡിയ യൂസ് ചെയ്തില്ല, അല്ലെങ്കിൽ സാൻഡ്ര പ്രതീക്ഷിച്ച അത്രയും ഒരു ഓഡിയൻസിലേക്ക് ഒരു റീച്ച് കിട്ടിയില്ല എന്ന് സാൻഡ്രയ്ക്ക് തോന്നിയിട്ടുണ്ടോ? എൻ്റെ ഒരു വേ ഓഫ് വർക്ക് വാസ് ടോട്ടലി ഡിഫറെൻറ്റ്. ഞാൻ 2016 ഐ സ്റ്റാർട്ട് മൈ കരിയർ. ആക്ച്വലി ഐ വണ്ടർ വൈ എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് ഫിലിമിലാണ് ഞാൻ ആദ്യമായി അഭിനയിക്കുന്നത്. അത് റൈറ്റ് ആഫ്റ്റർ ദ ഷൂട്ടിംഗ് ഐ വെന്റ് ബാക്ക് ടു മലേഷ്യ. സോ ഐ വാസ് നോട്ട് ഈവൻ ഹിയർ നോ. സോ നിമിഷ സജയൻ, ആക്ട്രസ് നിമിഷ സജയൻ, എൻ്റെയും അവരുടെ എല്ലാം ഫസ്റ്റ് ഫിലിം അതായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ഷോർട്ടൻഡ് ഇൻ ഇംഗ്ലീഷ്, യുനോ. അപ്പം ആ സമയത്ത് ഞാൻ അധികം മലയാള സിനിമ കാണുന്നു അല്ലെങ്കിൽ ഐ നെവർ നോ ദറ്റ് ദിസ് മെനി ആക്ടേഴ്സ് ആൻഡ് ആർട്ടിസ്റ്റ് വർക്കിംഗ് ഇൻ ദിസ് ഫീൽഡ് ആൻഡ് നെവർ ഹേർഡ് ഈവൻ ദോ. സോ ഞാൻ വന്നു, അഭിനയിച്ചു, ഐ വെന്റ് ബാക്ക്. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ 17 ഞാൻ വരുന്നത്. 17 ഞാൻ തിരിച്ചു വന്ന സമയത്ത് ഇറ്റ് വാസ് ലൈക്ക് അനദർ വേറൊരു ഓപ്പർച്യൂണിറ്റിയും കൂടി എനിക്ക് ഓപ്പണായി. മോഡലിംഗ് ചെയ്യാൻ തുടങ്ങി ഞാൻ. 2017 മിസ് ബ്യൂട്ടിഫുൾ സ്മൈൽ ആയിരുന്നു ആ വർഷത്തെ. അതിനുശേഷം കണ്ടിന്യൂസ് എനിക്ക് ഷോസ് വരാൻ തുടങ്ങി. ഐ ബിക്കം എ റൺവേ മോഡലായി. എനിക്കപ്പോൾ ഇത്രയും വെയിറ്റോ അല്ലെങ്കിൽ ഇത്രയും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് ബാക്ക് ഇൻ 2017 and from 17 to 19 was my time. ഞാൻ കുറേ ഷോസുകൾ, ഐ മീൻ അത് ഇപ്പോൾ ഉള്ള ഷോസായിട്ട് അത് കമ്പയർ ചെയ്യരുത്. കാരണം അന്ന് ദേ ഡിമാൻഡ് സർട്ടൻ തിങ്സ് ലൈക്ക് യു ഹാവ് ടു വെയർ പോയിന്റഡ് ഹൈ ഹീൽസ് ആൻഡ് യു ഷുഡ് ബി ടോൾ ലൈക്ക് ഉണ്ട്. യു ഷുഡ് ബി ടോൾ ലൈക്ക് 5.8 അറ്റ്ലീസ്റ്റ് മിനിമം. അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഫ്രം ഹെഡ് ടു ടോ യു ഹാവ് ടു ബി എ പ്രൊഫഷണൽ മോഡൽ. അപ്പം അത് മെയിൻറ്റെയിൻ ചെയ്യാനും അതുമായിട്ട് ആ പ്രൊഫഷനുമായിട്ട് പോവാന്ന് പറയുന്നത് തന്നെ വളരെ ഒരു ടാസ്ക്കാണ്. ആൻഡ് ഓൾസോ യു ആർ എ ട്രാൻസ് വുമൻ. അപ്പം അതൊരു പുതിയൊരു ട്രെൻഡ്, പുതിയൊരു എൻട്രി, പുതിയ ഒരു way of approach, even business production അവരുടെ സൈഡിലാണെങ്കിൽ പോലും ഡിസൈനേഴ്സ് ഹാവ് ടു തിങ്ക് അബൌട്ട് അനദർ വേറൊരു കാറ്റഗറി കൂടി ഉണ്ട്, അതിനെ കൂടി ഇൻക്ലൂഡ് ചെയ്ത്. അങ്ങനെയാണ് കേരള ഫാഷൻ ലീഗൊക്കെ ഞാൻ ചെയ്യുന്നത്. കേരള ഫാഷൻ ലീഗിലൊക്കെ ഞാൻ ആ ഒരു ഇൻക്ലൂസീവ് കേരള അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് അവര് ഒരാളെ എടുക്കുന്നതായിട്ട് സാൻഡ്രയ്ക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? നോ കേരളത്തില് ചിലപ്പോൾ അങ്ങനെ പറയേണ്ടി വരും. പക്ഷേ ഞാൻ കേരളത്തിൽ മാത്രം ഷോസ് ചെയ്യുന്ന ഒരു മോഡലായിരുന്നില്ല. ഞാൻ പുറത്ത് ചെയ്യുന്നുണ്ടായിരുന്നു. ചെന്നൈയിൽ, പിന്നെ ഡൽഹി, മുംബൈ, അങ്ങനെ ബാംഗ്ലൂര്. ഇതൊക്കെ മെയിൻ ഫാഷൻ ഷോസ് നടക്കുന്ന ഇന്ത്യയിലെ മെയിൻ സിറ്റീസ് ആയിരുന്നല്ലോ. അവിടെ എല്ലാം ഞാൻ ഷോസുകൾ ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ്സ് ഓൾ വെൽ പെയ്ഡ്. എൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽസ്, അങ്ങനെ എല്ലാം സാധാരണ മോഡൽസിന് കൊടുക്കുന്ന പോലെ. പക്ഷെ അത്രയും ഇല്ലെങ്കിലും നമ്മൾക്കത് ഉണ്ടായിരുന്നു. എൻ്റെ മെയിൻ ഒരു ഇൻകം അത് തന്നെയായിരുന്നു ആ സമയത്ത്. അല്ല, സാൻഡ്ര ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ പോലെ അല്ല എന്നുള്ളത്. ഇപ്പം റൈറ്റ് നൗ എന്താണ് സാൻഡ്രയ്ക്ക് ആ ഒരു അവിടുന്ന് ആ അന്നുണ്ടായിരുന്നതിൽ നിന്ന് ഇപ്പൊ എന്താണ് ചേഞ്ച് ആയി എന്ന് തോന്നിയത്? അതായത് ഒരു 19 ശേഷം, അതായത് കൊറോണ വന്നതിന് ശേഷം നമ്മള് ഇപ്പൊ കാണുന്ന ഫാഷൻ ഷോസ് എല്ലാം അതാണ് ഈ പറഞ്ഞത്. എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഞാൻ ആക്റ്റീവ് അല്ലെന്ന് പറയുന്നത്? എനിക്ക് അന്നേരം സമയമില്ല. ഞാൻ അത്ര ഇതിലല്ല. നമ്മളൊരു വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ സെൽഫ് പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരു ഫോട്ടോസ് നമുക്ക് ഉപയോഗിക്കാനുള്ള ക്ലോസ് ഇല്ല. അത് കോൺട്രാക്ട് ചെയ്തിട്ടാണ് ഒരു ബ്രാൻഡുമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത്, കോപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്. അപ്പം അതിനാണ് അവർ പേ ചെയ്യുന്നത്. അല്ലാതെ എൻ്റെ സോഷ്യൽ മീഡിയയിലിട്ട് റീൽസ് എടുക്കാനും വീഡിയോ ചെയ്യാനൊന്നും അവർ മേക്കപ്പ് റൂമിൽ പോലും അവർ സമ്മതിക്കില്ല. ആ കോസ്റ്റ്യൂം ഇട്ട് നമ്മളൊരു ഫോട്ടോ ഔട്ടായ ആ
റാമ്പിന്ന് ഞാൻ ഔട്ടാണ്. പല ഡിസൈനേഴ്സും പർട്ടിക്കുലർലി അത് നമ്മളോട് പറയും, അത് വളരെ നിർബന്ധമായിട്ടൊക്കെ പറയും. അങ്ങനെയാണ് പല ഷോസും ചെയ്തുകൊണ്ടിരുന്നത്. വെരി സ്ട്രിക്റ്റ് അബൌട്ട്. ഈവൻ ഫോട്ടോഷൂട്ട് ചെയ്താലും ഔട്ട് വരാതെ നമുക്കൊന്നും പ്രൊമോഷന് വേണ്ടിയിട്ട് പോലും നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ബട്ട് ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എന്ന് പറയുന്നത് ആർക്കും മോഡലിംഗ് ചെയ്യാം. എല്ലാവരും മോഡലാണ്. അവരുടെ പ്രൊമോഷന് വേണ്ടി ഇൻസ്റ്റഗ്രാം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പേ ചെയ്തിട്ട് അവർ ചെയ്യുന്നു. അതൊരു പ്രൊഫഷനായിട്ട് പോലും ഞാനിപ്പോൾ അതിനെ കാണുന്നില്ല. ഇതിപ്പോൾ ഡാലു മാത്രമല്ല പറയുന്നത്, എൻ്റെയും ഞാനും ഇത് തന്നെ പറയും, അങ്ങനെ തന്നെയാണ്. ബിക്കോസ് ഐ ഹാഡ് ദിസ് എക്സ്പീരിയൻസ് ഇൻ മൈ ലൈഫ്. അപ്പം ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ജാസി ആഷി. അപ്പൊ ഈ ജാസി ആഷിയുടെ ഉമ്മയുടെ ഒരു ഇന്റർവ്യൂ കണ്ടിരുന്നു. എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ജാസി ഒരു പെണ്ണല്ല. പക്ഷെ ജാസി എല്ലായിടത്തും പറയുന്നുണ്ട് ഞാൻ അമ്മയ്ക്ക് നല്ലൊരു മരുമകളായിരിക്കും, അല്ലെങ്കിൽ ജാസിയുടെ ട്രീറ്റ്മെന്റ് പല കമന്റ്സിലും നമ്മൾ വായിക്കുമ്പോൾ ഓരോരുത്തർ പറയുന്നതാണ് അതിന് ജാസിയുടെ ഒരു ട്രീറ്റ്മെന്റും കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ജാസിക്ക് സർജറി കഴിഞ്ഞിട്ടില്ല. അപ്പൊ എങ്ങനെയാണ് ജാസി ഒരു ട്രാൻസ് വിമൻ ആകുന്നത് എന്നുള്ള പല ചോദ്യങ്ങളും ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പം ഓൾറെഡി ജാസിനെ ഒക്കെ അറിയുന്ന ഒരാളാണ് സാൻഡ്ര എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇതില് സാൻഡ്രയ്ക്ക് അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ, ടു ബി എ ട്രാൻസ് വുമൺ, ഇന്ന സർജറി ചെയ്താലേ ട്രാൻസ് വുമൺ ആവാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇന്ന സർജറി ചെയ്താൽ മാത്രമേ അവരെ ട്രാൻസ് വുമൺ ആയിട്ട് അംഗീകരിക്കാൻ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റോ സർജറിയോ ചെയ്യണമെന്നാണ് അതിൻ്റെ നിയമം. ഐ മീൻ, നമ്മൾക്ക് ആ ഒരു ID കാർഡ്, ഇന്റർനാഷണൽ ID കാർഡ് ഉണ്ട് നമുക്ക്. ജാസി ഓൾറെഡി ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഒരു ഓൺലൈൻ ചാനലിൽ പറയുന്നുണ്ട് ID കാർഡ് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് എടുത്തത് പബ്ലിക്ലി ഡിക്ലെയർ ചെയ്തിട്ട് ഉണ്ടെങ്കിൽ ഷീ ഈസ് എ ട്രാൻസ് വുമൺ എന്ന് അവർക്ക് പറയാം. അതിന് SRS സർജറി നിർബന്ധമാണെന്ന് എവിടെയും നിയമത്തിൽ പറയുന്നില്ല. സാൻഡ്ര തന്നെ ഇപ്പം ഹീന്ന് മെൻഷൻ ചെയ്തു ജാസിനെ. അപ്പം ഫോർ യു ജാസി ആസ് എ പേഴ്സൺ, ലൈക്ക് ആസ് യുവർ ഫ്രണ്ട്, അത് ജാസി ഒരു ഏത് കാറ്റഗറിയിലാണ് ഫോർ സാൻഡ്ര അക്സെപ്റ്റ് ചെയ്യുന്നത്? ഞാൻ ആദ്യം ജാസിനെ കാണുന്ന സമയത്ത് ജാസി വേറൊരാളുടെ ഒരു ഒരു റിലേഷൻഷിപ്പ്, ഐ മീൻ അങ്ങനെ ഒരു ഇതിലായിരുന്നു ഞാൻ കാണുന്നത്. എങ്ങനെ ഒന്ന് ക്ലിയർ ആയിട്ട് പറയുവാണെങ്കിൽ, ട്രാൻസ് വുമൻ എന്നുള്ളൊരു രീതിയിലൊക്കെ വന്ന് ഇങ്ങനെ തട്ടമൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ അതിനെ ഫോട്ടോ വെച്ച് കാണാൻ വേണ്ടി വന്നത് ഇവര്. അപ്പൊ ആ ആളുടെ പേര് ഞാൻ പറയുന്നില്ല. അപ്പൊ എന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞാണ് എന്റെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അല്ല. അപ്പൊ ഇയേഴ്സ് ബാക്ക്, 2009 ആ സമയത്തായിരുന്നു, 2010-9 ഇൻ ബിറ്റ്വീൻ ആ സമയത്തായിരുന്നു ഞാൻ ഈ പറയുന്ന സംഭവം. തട്ടമൊക്കെ ഇട്ട് അങ്ങനെയാ വരുന്നത്. അപ്പൊ അങ്ങനെ വരുന്നു. അങ്ങനെ പക്ഷെ ജീൻസും ഇതൊക്കെയാണ് ഇടുന്നത്. അന്നേരം ജാസിനെ എല്ലാവരും വിളിക്കുന്ന സദാ എന്നാണ് വിളിച്ചോണ്ടിരുന്നത് എല്ലാവരും. അപ്പൊ ഞങ്ങൾ അമ്മ ഹോം സ്റ്റേയിൽ എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. അന്നത്തെ ദിവസം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു എല്ലാവരും കൂടെ. അങ്ങനെ അവര് പോവുകയും ചെയ്തു. പിന്നെ ഞങ്ങളോ ഈ എന്താ പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ, അതിനകത്തൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് പിന്നെ ഞാൻ കേട്ടത് ഈ ജാസിയുടെ കൂടെ ഉണ്ടായിരുന്ന അന്ന് എന്നെ പരിചയപ്പെടുത്തി ആ വ്യക്തി, പുരുഷനായിരുന്ന വ്യക്തി ട്രാൻസ് വുമണായി മാറി സർജറിയൊക്കെ ചെയ്ത് ജാസി താടിയൊക്കെ വെച്ച് ഫിറ്റായിട്ട് ഗൾഫിലൊക്കെ പോയി റീൽസ് ഒക്കെ ചെയ്യുന്നപ്പോ ആണായി. പിന്നെ കേൾക്കുന്നു ജാസി മാരീഡായി. ജാസി മാരീഡ് എന്ന് കേട്ടപ്പോ ഞാൻ ഓർത്തു ഇറ്റ് ക്യാൻ ഹാപ്പൻ. ദേ വോണ്ട് ടു ബി സംതിങ്. ബൈസെക്ഷൽ ആൾക്കാരുണ്ടല്ലോ. അപ്പൊ ജാസി അങ്ങനെ ചെയ്ത് എനിക്കറിയായിരുന്നു ജാസി അങ്ങനെ ചിലപ്പോ ചെയ്യുമായിരുന്നെന്ന്. കാരണം സംഹാവ് കുറച്ച് ആറ്റിറ്റ്യൂഡൊക്കെ ഉണ്ടായിരുന്നു. ബൈസെക്ഷൽ ടെംപ്റ്റേഷൻസ് ഒക്കെ ഉള്ള പോലെ എനിക്കും ഫീൽ ചെയ്തായിരുന്നു പേഴ്സണലി. അപ്പൊ ഇത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് ഈ ഒരു സംഭവം. അങ്ങനെ പിന്നെ ഞാൻ അറിഞ്ഞത് ജാസി ആണായി,
ഗൾഫിലാണ്, പിന്നെ തിരിച്ചു വന്ന ഒരു മുസ്ലിം കുട്ടീനെ കല്യാണം കഴിച്ചു എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ കുറെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയത്. അത് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീട് അങ്ങോട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ചേഞ്ചസുകൾ ഒരുപാട്. അപ്പം ഇപ്പൊ ഒരു ട്രാൻസ് വുമൺ എന്നുള്ള ഇതിലേക്ക് എത്തി നിൽക്കുന്നത് ആശയുമായിട്ടുള്ള ബന്ധത്തിന് ശേഷമാണല്ലോ. അപ്പോ ഒരു ആണിന്റെ സാമീപ്യം അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ആണോ ജാസിനെ സ്ത്രീയാക്കിയതെന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ അങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റം വന്നുകൊണ്ടിരുന്നത്? അല്ല, അത് ജാസി ഓൾറെഡി പറയുന്നുണ്ട്, ആഷി സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരാളാണ് ആൻഡ് ജാസി സ്ത്രീ ആണെന്നാണ് ജാസി അവകാശപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ പ്രേക്ഷകർ അത്രയും അതിനെ വിമർശിച്ച്. കാരണം ജാസി എന്നൊരാളുടെ സർജറി കഴിഞ്ഞിട്ടില്ല ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അതൊരു എപ്പോഴും ഉള്ളൊരു ഡൗട്ടാണ്, എന്തിനാണ് അതൊരു ഞാനൊരു സ്ത്രീയാണ് അല്ലെങ്കിൽ ഞാൻ ജാസി സ്ട്രെയിറ്റ് ആണ്, അല്ലെങ്കിൽ അവർ അത് പറയാതെ ഇരിക്കണം. അപ്പം അങ്ങനെ സർജറി കഴിയാത്ത ഒരാളാകുമ്പോൾ നമ്മൾ ഗേ എന്നല്ലേ നോർമലി? നോ ഗേ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അവര് ഗേ റിലേഷൻഷിപ്പിലായിരുന്നോ എന്നുള്ളതൊന്നും അവരെവിടെയും പറഞ്ഞിട്ടില്ല. ഗേ ഒരു ട്രാൻസ് വുമൻ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡർ പേഴ്സൺ അവർ ഗേ ആവണം എന്നില്ല, മനസ്സിലായോ? ഗേ എൻറ്റയർലി ഡിഫറെന്റ് തിങ് ആണ്. ലെസ്ബിയൻ എൻറ്റയർലി അവർ രണ്ട് സ്ത്രീകളായിരിക്കും അല്ലെങ്കിൽ രണ്ട് പുരുഷന്മാരായിരിക്കും, മനസ്സിലായോ? അത് ഡിഫറെന്റ് ആണ്. ബട്ട് ട്രാൻസ് വുമൻ എന്ന് പറയുമ്പോഴത്തേക്കും അത് വേറൊരു. അല്ല, ഞാനിത് വേറെ ഒന്നും കൊണ്ടും അല്ല സാൻഡ്രയോട് ചോദിക്കുന്നത്. കാരണം പുറമേ നിന്ന് നോക്കുന്ന ആൾക്കാർക്ക് ഇത് വലിയൊരു ഇൻഫർമേഷൻ ഒന്നും ഇല്ല. ഇപ്പൊ നമുക്കൊരിക്കലും അവര് ഗേ ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ലീഗലി ഷീ ഈസ് നോട്ട്. ഐ മീൻ ഹി ബിക്കം എ ട്രാൻസ് വുമൻ അല്ലേ? അപ്പൊ അതിന് നമ്മള് അത് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു ട്രാൻസ് വിമൻ ആണെന്ന് പറയാനായിട്ട് നമ്മൾ ഹോർമോണൽ ട്രീറ്റ്മെന്റ് എന്താണോ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്, ഹോർമോണൽ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട് എന്നൊക്കെ ഇല്ലേ പല ഇന്റർവ്യൂവിലും ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെതായിട്ടുള്ള ചേഞ്ചസുകളും കാണാം. ഇനിയിപ്പോ സർജറി ഒക്കെ ചെയ്യണമെന്നുള്ളത് അവരുടെ ഡിസിഷൻ, അവരുടെ പേഴ്സണൽ ഡിസിഷനാണ്. അതിപ്പോ അവര് എന്ത് സെക്സ് ആണ് ചെയ്യണത് അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യണത് എന്നൊക്കെ എല്ലാവരുടെയും ബെഡ്റൂമിൽ എന്താ നമുക്ക് ഒളിഞ്ഞു നോക്കാൻ പറ്റത്തില്ല. അതുമല്ല, പിന്നെ ആൾക്കാരുടെ ഒരു കമന്റ് ആണ് ഈ പെൺവേഷം കെട്ടി നടക്കുന്നു എന്നുള്ളതാണ് ആൾക്കാർ പറയുന്നത്. കാരണം അവർ നോക്കുമ്പോൾ സർജറി ചെയ്തിട്ടില്ല, അപ്പം ഒരാണ് പെൺവേഷം കെട്ടി നടക്കുന്നു എന്നുള്ള ചോദ്യമാണ് ഈ പ്രേക്ഷകർക്ക്. ആണ് പെൺവേഷം കെട്ടി നടക്കുന്നുള്ള ചോദ്യം വരാൻ കാരണം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഈ ജാസി എന്ന് പറയുന്ന വ്യക്തിക്ക് ഇങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നോണ്ടിട്ട്, അപ്പൊ അത് വെച്ചിട്ടാണ് അത് പറയുന്നത്. സോ പാസ്റ്റ് ഇസ് പാസ്റ്റ്. അവരിപ്പോ പ്രസന്റ്ലി എന്താണ് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് ടു ദ ഓഡിയൻസ്. ഇപ്പം ജാസിയും ആഷിയുമായിട്ട് സാൻഡ്രയ്ക്ക് കോണ്ടാക്ട് ഉണ്ടോ? ഇല്ല, ഞാൻ ആരുമായിട്ടും കോണ്ടാക്ട്, കമ്മ്യൂണിറ്റിയിലുള്ള ആരുമായിട്ടും സാൻഡ്രയ്ക്ക് കോണ്ടാക്ട്. റിയ എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, ഞങ്ങൾ രണ്ടുപേരും ഒരേ ഇതിൽ വർക്ക് ചെയ്യുന്ന റിയ ആക്ട്രസ് ആണ്. അവര് സീരിയല് ചെയ്യുന്ന അല്ലെങ്കിൽ സിനിമയില് റിയായിഷ. ഞാൻ മാരേജ് കഴിഞ്ഞ് ബ്രേക്കിൽ പോയല്ലോ. അപ്പോൾ അതിനുശേഷം പിന്നെ ഞാൻ തിരിച്ച് വന്നതിൻ്റെ പുറകിലുള്ളൊരു പ്രധാന വ്യക്തി എന്ന് പറയുന്നതിന് തിരിച്ച് ബാക്ക് ടു സ്ക്രീനിലേക്ക് കൊണ്ടുവന്നത് തന്നെ റിയ ആണ്. അവരെന്നെ ഒരുപാട് പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു സാൻഡ്ര വരണം ഇത്രയും. കാരണം റിയ ഞങ്ങളൊക്കെ ഒരുമിച്ചാണ് 2018-17 ഇതൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് പാജന്റിൽ വന്നത്. എനിക്കതിക്ക് മുന്നേ റിയനെ എനിക്കറിയാം, പക്ഷെ ഒരുമിച്ച് വർക്ക് ചെയ്യാനും കൂടിയൊക്കെ തുടങ്ങുമ്പോഴത്തേക്കിനോ ബോണ്ട് കുറച്ചും കൂടെ. അതെ, അപ്പൊ അങ്ങനെയുള്ള എന്നെ ഞാൻ ഇങ്ങനെ മാരീഡായി ഈ ഫീൽഡിൽ നിന്ന് മാറുന്നു, എല്ലാം എക്സിറ്റ് ആയി. എൻ്റെ പടം എല്ലാം ഞാൻ പെട്ടെന്ന് എക്സിറ്റ് ആയി പോയൊരു ആർട്ടിസ്റ്റാണ്. പടം റിലീസായെങ്കിലും അത് ആ സമയത്ത് പിന്നെ കൊറോണ വന്നു, തിയേറ്റേഴ്സ് ക്ലോസ് ആയി. അങ്ങനെ കംപ്ലീറ്റ് എൻറ്റയർ പ്രൊഡക്ഷൻസ് എല്ലാം ഷട്ട് ഡൗൺ ആയി. ഞാൻ വാങ്ങിച്ച അഡ്വാൻസ് എല്ലാം തിരിച്ചു കൊടുക്കേണ്ടി വന്നു. കുറെ പ്രോജക്റ്റുകൾ ഉണ്ടായിരുന്നു, എനിക്ക് ബാക്ക് ടു ബാക്ക് പ്രോജക്റ്റുകൾ ഉണ്ടായിരുന്നു, അതെല്ലാം ക്യാൻസലായി. അങ്ങനെ എക്സിറ്റ് ആയിപ്പോയി. അപ്പൊ ഞാനും പിന്നീട് ഒരു കുടുംബജീവിതം എന്നുള്ള രീതിയിലേക്ക് become married and you need
അറ്റ്ലീസ്റ്റ് സം ടൈം വിത്ത് യുവർ പാർട്ട്ണർ അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് അതൊരു അറേഞ്ച് മാരേജ് ആയിരുന്നോ അതോ? നോ ഇറ്റ് വാസ് നോട്ട്. അത് ഭയങ്കര ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ഈസ് എ ഹിന്ദു ഫാമിലി ഗായാണ്. അപ്പോൾ പാരൻസിന് ഒട്ടും താല്പര്യമില്ല. ഇപ്പൊ ഈ ആഷിയുടെ കാര്യം പറയുന്ന പോലെ ജാസിയുടെ ആഷിനെ ഇങ്ങനെ പാസ്പോർട്ട് പിടിച്ചു വെക്കുന്നു അല്ലെങ്കിൽ ടോർച്ചർ ചെയ്യുന്നു. അമ്മ പറയുന്ന മാത്രമാണ് നിങ്ങൾ അവരുടെ ഉമ്മ അങ്ങനെ പറയുന്നു. അവരുടെ വിഷമം അല്ല, ഈ ഇത്തരം ടോർച്ചർ കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ ആഷി എന്ന് പറയുന്നത്. അപ്പൊ അയാൾ എന്തോരം വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. അതിലും കൂടുതലാണ് എൻ്റെ ഹസ്ബൻഡിന് കിട്ടിയത്. 3 ദിവസം മുറിയിൽ പൂട്ടിയിട്ടു. പിന്നെ മെൻ്റലാണെന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടാണ് എൻ്റെ അടുത്തോട്ട് വന്നത്. വിത്തൗട്ട് എനി മണി, എനി സർട്ടിഫിക്കറ്റ്, നത്തിങ്. ഹി വാസ് ആ 8 ഡ്രസ്സിലാണ് വരുന്നത്. 3 ദിവസം മിസ്സിങ് ആയിരുന്നു. ഞാനപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഓൾറെഡി എന്നോട് പറഞ്ഞു, സാൻഡ്ര ഞാൻ പെട്ടെന്ന് മിസ്സിങ് ആയാൽ എന്നെ ഏതെങ്കിലും മെൻ്റൽ ഹോസ്പിറ്റലിൽ വന്ന് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എൻ്റെ വീട്ടുകാരെ അങ്ങനെ പറയുന്നുണ്ട്, നിന്നെ അങ്ങനെ മരുന്ന് കൊടുത്ത് നിന്നെ ഭ്രാന്തനാക്കി കിടത്തും, മുറിയിലടച്ച് പൂട്ടും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് കേട്ടപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും. കാരണം ഇത്രയും ഫ്രീഡത്തിൽ വളർന്ന എനിക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരാൾ എത്രത്തോളം ആഷിയുടെ കാര്യം കേൾക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന മുഴുവൻ ഇതാണ്. ഈ കാലിക്കറ്റ് അങ്ങോട്ട് ആ സൈഡിലോട്ടൊക്കെ പോകുമ്പോൾ പാരൻസിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന ടോർച്ചർ ഭയങ്കരമാണ്. അത് റിലീജിയസ് വൈസ് ആയിക്കോട്ടെ. അപ്പോൾ ആഷി ഒരുപാട് ടോർച്ചർ അനുഭവിച്ചിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് തന്നെ പറയുമ്പോൾ അത് പ്ലീസ് ലെറ്റ് ഹിം ലീവ്. അയാൾക്ക് ഇഷ്ടമുള്ള പോലെ ഒരാളുടെ ഒപ്പം ജീവിക്കുന്നതല്ലേ അല്ലേ? നമ്മൾക്ക് ആഗ്രഹമുള്ള ഒരാളുടെ കൂടെ ഉറങ്ങുക, ഭക്ഷണം കഴിക്കുക. ഇഷ്ടമില്ലാത്ത ഒരാളുടെ ഒപ്പം നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമോ ഒരു അരമണിക്കൂറെങ്കിലും? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ജീവിതകാലം മുഴുവനും ഇവർ ജീവിക്കുന്നു എന്ന് പറയുന്നത് അത് എന്ത് ലോജിക്കാണ് അവിടെ നടക്കുന്നത്? അത് വാട്ട് റൈറ്റ് ദേ ഹാവ്? അല്ലെങ്കിൽ മുസ്ലിം എന്ന് മാത്രം ഞാൻ പറയുന്നില്ല, ഏത് റിലീജിയനാണിത് ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് ഇങ്ങനെ എന്ത് റൈറ്റ്സാണ് അവർക്കുള്ളത്? ആഫ്റ്റർ ഓൾ ഇറ്റ്സ് ദെയർ ലൈഫ്. പിന്നെ ആഷിയുടെ ഉമ്മ വന്നിരുന്നുണ്ട് കരഞ്ഞൊക്കെ പറയുന്നു. ആഷിനെ ഇത്രയും സ്നേഹിക്കുന്ന ഉമ്മയാണെങ്കിൽ എൻ്റെ മകൻ ഇഷ്ടപ്പെട്ട വ്യക്തിനെ കൂടി ജീവിക്കുന്നതിന് എന്താ പ്രശ്നം? ഒരിക്കലും അവരുടെ മകനല്ലാണ്ടാവുന്നില്ല. അല്ല, ജാസി ഒരു സർജറി ചെയ്ത് വന്ന ഒരു പെണ്ണാണെന്ന് കാണിച്ച് അവരെ അംഗീകരിക്കും എനിക്ക് തോന്നുന്നില്ല. കാരണം ഓൾറെഡി അവരുടെ ഉള്ളിൽ ഇത് ആണും പെണ്ണും കെട്ടവനാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ കുറേ കാര്യങ്ങൾ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ഏത് തരത്തിലാണെന്നുള്ളത് ഈ ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് ഇപ്പോൾ മുന്നേ ക്രിസ്ത്യൻസിനും ഉണ്ടായിരുന്നു. ട്രാൻസ് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിലും അവർ കോപ്പറേറ്റീവ് ആയിരുന്നില്ല. ഇപ്പം അതിൽ നിന്ന് ഹിന്ദുക്കളും ക്രിസ്ത്യൻസും മാറിയിട്ടുണ്ട്. ഇനി ഒരു വിഭാഗം ആൾക്കാരും കൂടി ഇതൊന്ന് മാറ്റി ഇരുന്നെങ്കിൽ കുറെ കൂടി നന്നാവും. കാരണം ഇറ്റ്സ് ടു മച്ച് ആക്ച്വലി. ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ തന്നെ പൊതുവെ കുറച്ച് ആൾക്കാർ അവർ തന്നെ പറയാറുണ്ട്, ഇപ്പം സർജറിക്ക് ഇത്രയും പൈസയാകും, അല്ലെങ്കിൽ അത് ചെയ്യാനായിട്ട് അപ്പം സർജറി ചെയ്ത് കഴിഞ്ഞിട്ടും എത്ര എമൗണ്ട് നമുക്ക് ഈ ഒരു സർജറി കോസ്റ്റ് വരും. അപ്പോൾ അതിന് ശേഷവും നമ്മൾക്ക് ഈ ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ, അതോ വൺസ് അത് ചെയ്ത് കഴിഞ്ഞാൽ അത് തീർന്നു എന്നാണോ? ഇത് പേഴ്സൺ ടു പേഴ്സൺ അത് ഫിസിക്കലി ഓരോരുത്തർക്ക് ചെയ്യുന്ന സർജറി, ഓരോരുത്തർ ചൂസ് ചെയ്യുന്ന സർജറീസ് എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിന് പല മെത്തേഡുകളും ഉണ്ട്. അത് ചൂസ് ചെയ്യുന്ന അനുസരിച്ച് അതിൻ്റെ കോസ്റ്റിൽ ഡിഫറൻസ് വരുന്നതാണ്. ഇപ്പോൾ ഇൻഡസ്റ്റൈൻ എടുത്ത് ചെയ്യുന്ന സർജറിയാണ് കുറച്ചും കൂടി കോസ്റ്റ്ലി ആയിട്ട് വരുന്നത്. അതല്ലാതെ സ്കിൻ വെച്ച് തന്നെ വജൈന കനാൽ ക്രിയേറ്റ് ചെയ്യുന്ന സർജറി ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടി, പിന്നെ ഷേപ്പിംഗ് മാത്രം ചെയ്യുമ്പോഴത്തേക്കും അതിലും കുറവ് എമൗണ്ട് വരും. അങ്ങനെ ഡിഫറൻസ് ഉണ്ട്. ബട്ട് എന്നാലും ഇത് ഇറ്റ്സ് ഡൂയിങ് ഓൺ യുവർ ബോഡി. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള എല്ലാ റിസ്കുകളും, അതിൻ്റെ ആഫ്റ്റർ കെയർ,
പിന്നെ ഹോർമോൺ ട്രീറ്റ്മെൻറ്റുകൾ നമ്മളൊരു 65 to 70 years വരെ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. കാരണം വെൻ യു ആർ നോട്ട് ലോങ്ങർ പ്രൊഡ്യൂസ് യുവർ നാച്ചുറൽ ഹോർമോൺസ് ഇൻ യുവർ ബോഡി, യു നീഡ് ടു റിലൈ ഓൺ ഡിപ്പെൻഡ് ഓൺ സിന്തറ്റിക് ഹോർമോൺസ്. അങ്ങനെ ആകുമ്പം ഈ എല്ലാ ട്രാൻസ്ജെൻഡേഴ്സും ഫൈനാൻഷ്യലി സ്റ്റേബിളും ആയിരിക്കണ്ടേ? കാരണം ഈ ട്രീറ്റ്മെന്റ്സ് ഒന്നും ചെറിയൊരു എമൗണ്ട് അല്ലല്ലോ. എന്താണേലും മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 2 മാസത്തിൽ 3 മാസത്തിലൊരു ട്രീറ്റ്മെന്റ് ചെയ്യണമെങ്കിൽ തന്നെ അത്രയൊരു എമൗണ്ട് എടുക്കാൻ ഇല്ലാത്ത ആൾക്കാർ എത്ര പേര് കാണും? തീർച്ചയായിട്ടും അങ്ങനെയാണ് സോ മെനി പീപ്പിൾ എൻഡഡ് അപ്പ് ഇൻ ടു സർവൈവ് ചെയ്യണമല്ലോ. നോട്ട് ഓൺലി ഫോർ ദ ട്രീറ്റ്മെന്റ്, അത് മാത്രമല്ലല്ലോ, ഫുഡ് കഴിക്കണം, ഡ്രസ്സ് വാങ്ങിക്കണം, അവർക്ക് സോഷ്യലൈസ്ഡ് ആവണം, അവരുടെ ലൈഫ് സെക്യൂർ ചെയ്യണം. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഒരു നോർമൽ പേഴ്സണിന് കിട്ടുന്ന അല്ലെങ്കിൽ ഒരു നോർമൽ പേഴ്സണ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഇവർ ചെയ്യേണ്ടി വരും ഫോഴ്സ്ഫുള്ളി. അത് പല ഇതിലും ആൾക്കാർ പറയുന്നുണ്ട് അവർക്ക് പല ജോലികൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പല രീതിയിൽ. ഞാൻ സെക്സ് വർക്ക് ചെയ്തിട്ടില്ല. ഞാൻ സെക്സ് വർക്കിനെ പറ്റിയിട്ടല്ല, ഞാൻ സെക്സ് വർക്കിനെ പറ്റി ചോദിച്ചില്ലല്ലോ സാൻഡ്രയുടെ അടുത്ത്. അല്ല, ഞാൻ പറഞ്ഞത് അഡ്വാൻസ് ആയിട്ട് ഞാൻ പറഞ്ഞതാണ്. കാരണം ഇങ്ങനെ ഒരു ഇത് വരുമ്പോഴത്തേക്കും അല്ല, സാൻഡ്ര സെക്സ് വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചില്ല. ഞാൻ പറഞ്ഞത് നമ്മളിപ്പം സാൻഡ്ര അത് ഓപ്പൺലി പറഞ്ഞതുകൊണ്ട് ഞാനിപ്പോ ചോദിക്കുവാണ്. അല്ല, അങ്ങനെ പറയുന്ന ആൾക്കാരും ഉണ്ട് ഓപ്പൺലി, ബിക്കോസ് അവർക്ക് പൈസയ്ക്ക് ആവശ്യം ഉണ്ടായിരുന്നു. ഇത് തന്നെയാണ് കാരണം. അങ്ങനെ ഇത്രയും എമൗണ്ടുകൾ വരുന്നത് മാത്രമല്ല, ഇതിന് ആഫ്റ്റർ കെയർ വരും. ഇത് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫിസിക്കലി ഹാവ് ടു ബി ഫിറ്റ് ഫോർ ദ സർജറി. അത് അല്ലാത്ത ആൾക്കാർക്ക് ആകുമ്പോഴത്തേക്കും ഹെൽത്ത് റിസ്ക് കൂടുതലാണ്. ആൻഡ് ഓൾസോ അതിന് ആഫ്റ്റർ കെയർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അത് കറക്റ്റായിട്ട് നമ്മൾ കെയർ ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഡേഞ്ചറസ് സിറ്റുവേഷൻ. ആൻഡ് അത് ഭയങ്കരമായിട്ടും നമുക്കിപ്പോൾ ഫിസിക്കലി പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാണ്. ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകും. പിന്നെ മെൻ്റലി നമ്മൾ ഒരുപാട് തളർന്നു പോവും. നാച്ചുറലി നമുക്ക് വരുന്ന ഒരു ഹോർമോൺസും നമ്മളുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യാത്തൊരവസ്ഥ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒന്നും ഇല്ലാത്തൊരു ഫീലിങ്സ് ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ കൂടിയൊക്കെ നമ്മൾ പോകും. അപ്പം മെൻ്റലി നമ്മൾ ഭയങ്കര ഒരു I can't even thinking about that thing, it's so horrible. സാൻഡ്ര, അപ്പൊ അതിനുശേഷം നമ്മൾ തെറാപ്പി ഒക്കെ എടുക്കുന്നുണ്ടോ? ഞാൻ ഹോർമോൺ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, റീസെൻ്റ്ലി എൻ്റെ ഒരു സർജറി കൂടി ചെയ്തു. അപ്പോൾ അത് നമ്മളിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ചെയ്യേണ്ടത്. അതെല്ലാം ഒരുമിച്ച് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, മനസ്സിലായോ? അങ്ങനെ പല രീതിയിലാണ് പലരും ചെയ്യുന്നത്. ബട്ട് ഐ വോണ്ട് ടു ഗോ ഇൻ എ പ്രോപ്പർ വേ. അതും ഒരു ഡോക്ടറിൻ്റെ ഇതിൽ തന്നെയാണ് ഞാൻ എല്ലാം മാനേജ് ചെയ്ത് പോകുന്നത്. അതല്ലാതെ ഞാനിപ്പോൾ അത് പറഞ്ഞപ്പം പെട്ടെന്ന് സാൻഡ്രേന്റെ കണ്ണ് നിറഞ്ഞതായിട്ട് ഞാൻ ശ്രദ്ധിച്ചു. നോട്ട് ഈസി ടാസ്ക്, ഇറ്റ് ഈസ് നോട്ട് എൻ ഈസി ടാസ്ക് ഫോർ എനിവൺ. നമ്മളുടെ കൈ ഒന്ന് പൊള്ളിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലായോ, നമുക്ക് എന്തോരം ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുന്ന ഒരു സർജറി ചെയ്യുമ്പോൾ, ഏത് തരത്തിലുള്ള സർജറി ആയിക്കോട്ടെ, അത് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫിസിക്കൽ ചേഞ്ചസ്, ഔട്ട്ലുക്ക് കാണുമ്പോൾ എല്ലാവർക്കും ആവാവും, കൊള്ളാം, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ബട്ട് അത് അതിലൂടെ കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് അനുഭവിക്കേണ്ടി വരുന്ന കുറേ കാര്യങ്ങളുണ്ട്.